നമ്മൾ ഇനി ഇവനെ എങ്ങോട്ടും വിടുന്നില്ല. നമ്മൾ തീരുമാനിക്കും ഇനി എന്ത് ചെയ്യണമെന്ന്. ആ എന്റെ മുത്തേ പറയടാ, നിനക്ക് എന്താ വേണ്ടത്? നമുക്ക് കാര്യം ചെയ്താലോ, ഒരു ബാർ തുടങ്ങാം. അതാവുമ്പോ വെള്ളം അടിച്ച ബില്ല് കൊടുക്കണ്ടറിയാ. അതൊന്നും ശരിയാവില്ല. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? നീ എന്ത് വേണേ പറഞ്ഞോ, ഞങ്ങളുണ്ട് കൂടെ. അതെ, പറയട്ടെ? ചുമ്മാ പറയുന്നേ. പറയും. ആ ഓക്കേ, നമ്മള് 4 പേരും കൂടി ഒരുമിച്ച് വീണ്ടും പഠിക്കാൻ പോകുന്നു PGക്ക് അതേ കോളേജില്. പടച്ചോനെ, 12 വർഷം കള്ളടിക്കായിരുന്ന ഇങ്ങനെ കപ്പാസിറ്റി പോവോ? നിന്റെ ഇനിയുള്ള ജീവിതം പ്ലാൻ ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ കള്ളം പുറത്ത് തമാശയല്ല. തമാശയല്ല. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാ. എന്റെ ജീവിതം അന്നവിടെ ആ ക്യാമ്പസിൽ വെച്ച് നിന്നുപോയതല്ലേ. ഇനി അത് തുടങ്ങണമെങ്കിൽ അവിടെ നിന്ന് തന്നെ വേണം. പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടാനൊന്നുമില്ല, കുറച്ചു നാൾ വെറുതെ എന്നെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എടാ, ഇപ്പൊ ഈ ഒരു പ്രായത്തില് അതൊന്നും ശരിയാവില്ല. പ്രായത്തിന്റെ കാര്യമൊക്കെ നീ വിട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഒരു തീരുമാനം പറയണ്ട. എനിക്കിപ്പോ വേണ്ടത് വീടോ സൗകര്യങ്ങളൊന്നുമല്ല. ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയോ, കട പൂട്ടി കാറി കേറുമ്പോ തുടങ്ങും പാത്തുമേട മേട്. ഞാനോരോ പെമ്പിള്ളേർ പറഞ്ഞ ഡയലോഗ് എടുത്തിട്ട് കച്ചവടം ഇല്ലടേ. അതൊക്കെ പോട്ടെ, ഇതിപ്പോ കടയും കുടുംബമൊക്കെ കുളവാക്കിയിട്ട് കോളേജിൽ പോവാന്ന് പറഞ്ഞ. എടാ, പപ്പു നമ്മുടെ മാത്രം പ്രശ്നമാ, അവരുടെ അല്ലല്ലോ. നിന്റെ എൽസമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, എൽസമ്മോടൊക്കെ എനിക്ക് പോല്ല. പിന്നെ എല്ലാ ദിവസം കാലത്ത് കുളിച്ചൊരുങ്ങി പോണോലോന്ന് ആലോചിക്കുമ്പോഴാ വല്ല ഈവനിങ് ക്ലാസ് ആണെങ്കിൽ 2 അടിച്ച് കയറി ഇരിക്കായിരുന്നു. അവൻ അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ എന്നാ ചെയ്യാനാ? എന്ത് ചെയ്യാൻ? അവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് നടപ്പില്ലാന്ന്. എടാ, അവന് നാട്ടുകാരും വീട്ടുകാരും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയാണോ? ഇപ്പൊ മാത്രമല്ലല്ലോ, അന്നും നമുക്ക് പേടിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു. നിനക്ക് പ്രേമിച്ച പെണ്ണ് ആത്മഹത്യ ചെയ്യുമെന്നുള്ള പേടി, ഇവന് മാളിയേക്കൽ മാത്യു ഇടിക്കളുടെ മാനം, എനിക്ക് എൻ്റെ പെങ്ങൾ ഒറ്റയ്ക്കാവുമെന്നുള്ള പേടി. ഇതൊന്നും അവനില്ലാത്തതുകൊണ്ട് അവൻ പോയി. 1 2 കൊല്ലമല്ല, ജീവപര്യന്തം. ഇത് കേട്ടാത്തൊന്ന് നമ്മളാരാണോ അതൊന്നും ചെയ്തതെന്ന്? ചെയ്ത ആരായാലും ശരി, ആ സാഹചര്യത്തിൽ അകത്തുകൊണ്ട് നമ്മളാ, അവനല്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആര് വന്നില്ലേലും ഞാൻ പോവാൻ്റെ കൂടെ. നീയോ? ഞാനും. നിക്കടാ, പിന്നൊരു കാര്യം. പാത്തുമ്മ എനിക്ക് വല്ല പാഷാണം കലക്കി തന്ന് കൊന്ന എന്റെ മയ്യത്തിൽ കോളേജിന്റെ പേരിൽ റീത്ത് വെച്ചേക്കണേ. ഒന്ന് പോടാവേ.